കടലില്ലാത്ത കോട്ടയത്തെയും പുതുപ്പള്ളിയെയും മനുഷ്യ മഹാസമുദ്രമാക്കിയ ഭരണജനകീയ മാന്ത്രികൻ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയുടെ മണ്ണിൽ ലയിച്ചിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാവുകയാണ്. 53 വർഷം നിയമസഭയിൽ ഉയർന്നു നിന്ന ആ ശബ്ദം നിലച്ചെങ്കിലും നിലയ്ക്കാത്ത ഓർമ്മകളിലാണ് ഇന്നും മലയാളികൾ. കടലില്ലാത്ത കോട്ടയത്തെയും പുതുപ്പള്ളിയെയും തന്റെ വേർപാടിലൂടെ മനുഷ്യക്കണ്ണീരിന്റെ മഹാസമുദ്രമാക്കി മാറ്റിയ ജനകീയ ഭരണമാന്ത്രികൻ ഉമ്മൻചാണ്ടിയുടെ വേർപാടിന് 2 വയസ്സ് പൂർത്തിയാകുമ്പോൾ കോട്ടയം പുതുപ്പള്ളിക്കാരുടെ ഹൃദയത്തിൽ നിന്നും കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ മലയാളികളുടെ മനസ്സിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ വേർപാടുണ്ടാക്കിയ തീരാമുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകളിൽ പുതുപ്പള്ളിക്കാർ മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവരെല്ലാം ഇന്നും തീരാ ദുഃഖത്തിലാണ്. 48 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ഒരു വിലാപയാത്രയ്ക്ക് കേരളം ഇതിനു മുമ്പ് ഒരിക്കലും സാക്ഷിയായിട്ടില്ല. തിരുവനന്തപുരത്ത് ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൗസിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രാ വാഹനം 53 കൊല്ലത്തിലേറെ കാലം MLA ആയും മന്ത്രിയായും മുഖ്യമന്ത്രിയായും തന്റെ സജീവ സാന്നിധ്യമറിയിച്ച നിയമസഭാ മന്ദിരത്തിന്റെ മുന്നിലൂടെ കോട്ടയം തിരുനക്കര മൈതാനി ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ പാതയോരങ്ങളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും മരച്ചില്ലകളിലുമൊക്കെയായി അനന്തപുരി മാത്രമല്ല, തെരുവീതി ഒന്നാകെ കണ്ണീരൊഴുക്കി. നിശ്ചയിച്ചുറപ്പിച്ചതിനേക്കാളും ഏറെ മണിക്കൂറുകൾ വൈകി കണക്കില്ലാത്തത്ര മനുഷ്യരോട് യാത്ര ചോദിച്ച് അവസാനവട്ട ജനസമ്പർക്കവും പൂർത്തിയാക്കിയാണ് പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് അന്ത്യവിശ്രമത്തിനായി കുഞ്ഞുഞ്ഞെത്തിയത്. പാവങ്ങൾക്കൊപ്പം നടന്ന് അവർക്കിടയിൽ ജീവിച്ചു മരിച്ച ജനകീയനായ ജനപ്രതിനിധിയായിരുന്നു OC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന കുഞ്ഞുഞ്ഞെന്ന് വിളിപ്പേരുള്ള ഉമ്മൻചാണ്ടി. കേരളത്തിൽ 7 കൊല്ലത്തോളം മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. 1970 മുതൽ 2023 വരെ പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം 1977-78 തൊഴിൽ വകുപ്പ് മന്ത്രിയായും 1982 ആഭ്യന്തരമന്ത്രിയായും ചുമതല വഹിച്ചു. 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം 2004 ആഗസ്റ്റ് 31 മുതൽ 2006 മെയ് 18 വരെയും 2011 മുതൽ 2016 വരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 2011 2 MLA-മാരുടെ പിന്തുണയുമായി തുടങ്ങിയ ഭരണം 5 കൊല്ലം പൂർത്തിയാക്കുകയും ചെയ്തു. പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കിയതും കർഷകത്തൊഴിലാളി പെൻഷനും തൊഴിലില്ലായ്മ വേതനവും മാസം തോറും അനുവദിച്ചതും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, വിഴിഞ്ഞം തുറമുഖം എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതും മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കിയതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു. പാർട്ടിക്കുള്ളിലും പുറത്തും തനിക്ക് പറയാനുള്ളത് മുഖം നോക്കാതെ പറയാൻ മടി കാണിക്കാതിരുന്ന അദ്ദേഹം 1994 കരുണാകരൻ മന്ത്രിസഭയിൽ നിന്നും ധനകാര്യമന്ത്രി പദം രാജിവെച്ചൊഴിഞ്ഞു. മുൻമന്ത്രി MA കുട്ടപ്പന് K കരുണാകരൻ രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതാണ് OCയുടെ രാജിയിൽ കലാശിച്ചത്. ആന്റണിയും കരുണാകരനും തമ്മിലുള്ള പോര് ശക്തമായ 1980 ആന്റണി ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ A ഗ്രൂപ്പിന്റെ നിയമസഭാ നേതാവായതും ഉമ്മൻചാണ്ടിയായിരുന്നു. പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ KO ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കുമരകത്തായിരുന്നു കുഞ്ഞുഞ്ഞ് ജനിച്ചത്. പുതുപ്പള്ളി സെന്റ് ജോർജ് സ്കൂളിൽ KSU യൂണിറ്റ് പ്രസിഡന്റായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം 1970 മുതൽ 53 വർഷത്തോളം നിയമസഭയിൽ തുടരുന്നതിനിടയിലാണ് അവസാനിച്ചത്. 19,078 ദിവസം അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു. 1943 ഒക്ടോബർ 31 ജനിച്ച് 2023 ജൂലൈ 18 അന്തരിച്ച ഈ ജനനേതാവ് പാവപ്പെട്ട രോഗികൾക്ക് സ്വന്തം ചെലവിൽ മരുന്ന് വാങ്ങി നൽകിയ വകയിൽ 40 ലക്ഷം രൂപയുടെ കടക്കാരനായി മാറിയ കഥയും പറയാനുണ്ട്. 1970 പുതുപ്പള്ളിയിൽ മത്സരിക്കുമ്പോൾ 26 വയസ്സായിരുന്നു പ്രായം. സിറ്റിംഗ് MLA-യും CPM സ്ഥാനാർത്ഥിയുമായിരുന്ന EM ജോർജിനെ 7258 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഉമ്മൻചാണ്ടി മരണം വരെ 12 തവണയാണ് പരാജയമറിയാതെ നിയമസഭയിലെത്തിയത്. 2015 തൊണ്ടയിലുണ്ടായ അർബുദ രോഗം ഭേദപ്പെട്ടെങ്കിലും 2019 വീണ്ടും രോഗബാധിതനായി. 2022 ഒക്ടോബറിൽ ചികിത്സ തേടി. ന്യൂമോണിയ ബാധിതനായി 2023 മെയ് 5 ബാംഗ്ലൂർ ചിന്മയാമി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഉമ്മൻചാണ്ടി ജൂലൈ 18 പുലർച്ചെ 4:30 മരണത്തിന് കീഴടങ്ങി. 2023 ജൂലൈ 20 രാത്രി 11 പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ കല്ലറയിൽ കുഞ്ഞുഞ്ഞ് മണ്ണിനോട് ലയിച്ചു ചേർന്നു. ഉമ്മൻചാണ്ടിയുടെ ജീവിതം ജനങ്ങൾക്കൊപ്പമായിരുന്നു. എതിർച്ചേരിയിലെ യുവസംഘടനാ പ്രവർത്തകൻ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചപ്പോഴും പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ കൂട്ടമായി വേട്ടയാടിയപ്പോഴും ഒരു ചെറുചിരിയിൽ എല്ലാം നേരിട്ട അപൂർവ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ കാലം മറയ്ക്കാത്ത ഓർമ്മകളിലൂടെ കേരളത്തിന്റെ ഹൃദയഭൂമികയിൽ കുഞ്ഞുഞ്ഞ് ഇനിയും ചിരകാലം ജീവിക്കും. A to Z ന്യൂസ് മലയാളം 24.